இன்னைக்கு மாட்டு சந்தையில இருந்து ஒரு மாடு கூட வெளியே போக கூடாது. ஏன் தெரியுமா? ரம்ஜான் பண்டிகையும் ஈஸ்டர் பண்டிகையும் ஒன்னா வருது. நம்மள நம்பி இருக்கிற கேரளா கஸ்டமர்ஸ்க்கு மொத்த மாடும் போய் சேர்ந்தாகணும். இல்லன்னா நம்ம கஸ்டமர்ஸ் எல்லாம் ஆந்திரா போயிடுவாங்க, நம்ம எங்கேயாவது போக வேண்டியதுதான். நீங்க கவலைப்படாதீங்கப்பா, இந்த சந்தைக்குள்ள மாடு வாங்குறதுக்குன்னு ஒரு ஈக்காக கூட உள்ள நுழைய முடியாது. அந்த அளவுக்கு நான் பண்ணி வச்சிருக்கேன். சின்ன கவுண்டன்னா சின்ன கவுண்டன் தான். ஏன் பிள்ளையாச்சே. என்னடா யாருமே வரமாட்டானுங்கன்னு சொன்ன, தொம்மிச்சுன்னு அவன் பிள்ளைங்கள வரானுங்களே. சும்மா பார்க்க வந்திருப்பானுங்க. வெட்டருது வெட்டருதுன்னு இது ஓங்காலையா? அவங்க நல்ல காமிக்கிறான், நல்லா காமிக்கிறான். எனக்கு இன்னமும் சந்தேகமா இருக்கு. தொம்மிச்சுன்னு அவன் பசங்களும் சந்தையில நம்ம கிட்ட போட்டி போட வந்திருக்கிறானுங்க. இப்போ ஏலத்தை ஆரம்பிக்க போறேன். முதல்ல மாட்டுப்பட்டியிலிருந்து அழைச்சிட்டு வந்த மாட்டுப்பட்டி துரசாமியோட 500 மாடுகளை ஏலம் விட போறேன். 50,000 ரூபாய். 75,000 ரூபாய். 75,000 ரூபாய். 1 லட்சம். 1 லட்சம். 1 லட்சம் ரூபாய். 1 லட்சம் ரூபாய். 1,25,000 ரூபாய். 1,25,000 ரூபாய். 1,50,000 ரூபாய். 1,50,000 ரூபாய். 1,75,000 ரூபாய். 1,75,000 ரூபாய். இனி நீ விழி. 2 லட்சம். 2 லட்சம். ஏண்டா பரதேசி பசங்களா, இங்க வந்து என்கிட்ட போட்டி போடுறீங்களா? കൗണ്ടറ ഞാൻ പരദേശിയാ, സമ്മതിച്ചു. നീയും പരദേശിയാണേ. നിന്റെ ഊര് പൊള്ളാച്ചിയല്ലോ, ആണോ? അല്ല. എടോ, നീയും മൃഗാട്ടുകാരൻ താനേ. அந்த உனக்கு என்ன பரதேசின்னு கூப்பிட என்ன அவகாசம் சொல்லு. வேணும்னா ஒரு மைக்கு தரேன், அதை வச்சுக்கிட்டு ஊரெல்லாம் போய் சொல்லு, நான் இந்த ஊர் ஆள் இல்ல வெளியூர் ஆளுன்னு. டேய், நான் ரோட்ல பொறுக்கியா இருந்து ரவுடியா இருந்து அப்புறமா தான் இந்த லெவலுக்கு வந்தேன். என்ன வெறுப்பேத்தின മറുപടിയും റൗഡി ആയിടുവേ. എടോ കൗണ്ടറേ, ഞാൻ നല്ല നിലവാട്ടി ജനിച്ചു വളർന്ന് ജീവിക്കാൻ വേണ്ടി ഈ ചന്ത വന്ന് സകല അനുഗ്രഹം പഠിച്ചിട്ടാ നിൽക്കുന്നേ. ஞாபகம் வச்சுக்கோ. நீ ஏலத்தில் எடுத்த ஒரு மாடாவது இன்னைக்கு சந்தையை விட்டு வெளியே போச்சுனா நான் என் மீசி எடுத்துக்கிறேன்டா. ஐயே, அது வேண்டല്ലേ. மீசி எடுத்தா மோந்த കാണാൻ പരമ ബോറായിരിക്കും. ലുക്ക് മാറും. പോയാ എന്നാ പെരിയ ഉറപ്പീര് മീശ. ഓ, ഇതാര് അൽഫോൻസ് ആന്റിയോ? ഇത് എവിടുന്ന് വരുന്നു? കമ്മിങ് ഫ്രം ഗോവ. അച്ഛാ അച്ഛാ. നോട്ട് അച്ഛാ. അയ്യോ അയ്യോ, ആന്റിയെ കണ്ടിട്ട് അറിയുന്നേ ഇല്ലല്ലോ. ആന്റി ആകെ മാറിയിരുന്നല്ലോ. എവിടെയാണ് മൈ ബ്രദർ? ആര്? എന്റെ ആങ്ങളെ തൊമ്മിച്ചൻ. ദാണ്ട ഇരിക്കുന്നു. ഗോവ. അപ്പൊ എണ്ണം തെറ്റിച്ചല്ലേ? മൈ ബ്രദർ. ചേച്ചി, മക്കളെ, നിങ്ങളുടെ അൽഫോൻസ് ആന്റി ലാൻഡ് ചെയ്തടാ ഫ്രം ഗോവ. ചേച്ചി വരുന്ന വഴിയാണോ? ജസ്റ്റ് കമ്മി. നീ സൺസ് ഇവിടെ ഉണ്ടാവുന്ന എനിക്കറിയാൻ. എടാ തങ്കച്ച, എന്തൊക്കെയുണ്ടോ മോനെ വിശേഷം? തങ്കച്ചനല്ല ആന്റി, റോഹിച്ചൻ. റോഹിച്ചൻ. എടാ ഉമ്മച്ച, എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം? ആന്റി, സണ്ണിച്ചന. ഓ, സണ്ണിച്ചനാ. എന്തൊരു മറവി. ആന്റിക്കൊരു മറവിയല്ലേ? അതേടാ എന്റെ പാപ്പച്ച. ആന്റി, ഞാൻ പാപ്പച്ചനല്ല, കറിയാച്ചൻ. കറിയ. ടോട്ടൽ കൺഫ്യൂഷൻ. ഓ, എന്തൊരു ടേസ്റ്റി, വല്ലാത്ത ദാഹം. എടാ കൊച്ചാപ്പേ, പോയി സർബത്ത് വിളിച്ചിട്ട് വേണം. അയ്യോ, എനിക്ക് സർബത്ത് വേണ്ട, എനിക്ക് ഫ്രഷ് ലെമൺ. ലെമൺ കിടയാതെ ജ്യൂസ് എന്തെങ്കിലും അവിടെ പോയി. ആന്റി, ഡാനി വന്നില്ലേ? അവനവിടെ ഉലകം ചുറ്റും വാലിപ്പനായിട്ട് അടിപിടി കൂടി നടക്കുക. അല്ലേ ചേച്ചി, അവന് ഗോവയിൽ പോയിട്ടും അവന്റെ സ്വഭാവത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ലേ? അവിടെ വന്നപ്പോ ഒന്നും കൂടി കൂടി. ആര് ചോദിക്കാൻ? അവനവിടുത്തെ ഗോവൻ താതയല്ലേ. ഓ
എന്ത് വൃത്തികേടായി കാണിക്കുന്നത്? കുടിക്കാനുള്ള വെള്ളത്തിലാണ് വെള്ളിട്ടിട്ട് വരുന്നത്. അതെ, ഇടയ്ക്ക് വിരലൊന്ന് മുറിഞ്ഞു. അപ്പൊ ഡാക്ടറെ കാണിച്ചപ്പോ ഡാക്ടർ ശരിയാക്കി തണുത്ത വെള്ളത്തിൽ എപ്പോമേ വിരല് മുക്കിക്കൊണ്ടിരിക്കുന്നു. ഒറ്റ കീറുന്നുണ്ടല്ലോ. ഇനിയും വെടുപ്പില്ലാത്തൊരു എന്തു. നോ നോ പ്രോബ്ലം, ഞാൻ കുടിച്ചോളാം. ഡ്രിങ്ക്. അപ്പച്ചാ ലൈറ്റ് അടച്ചിട്ട് കിടന്ന് ഉറങ്ങണാവേ. വാട്ട് ഈസ് ദിസ്? നിങ്ങൾ 4 പേരും ഒരു റൂമിലാണോ കിടക്കണത്? അൺസൈക്കബിൾ. രണ്ടാൾ കൂടി കിടക്കാനുള്ള സ്ഥലമുണ്ട് ഇവിടെ. ആന്റി മണ വന്ന് കിടന്നു. നോ നോ നോ, വൈ 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 വൈ. എനിക്ക് AC ഇല്ലാതെ കിടന്നാ ഉറക്കം വരില്ല. അതൊരു ശീലായി പോയി. അങ്ങനെയാണെങ്കിൽ ആന്റി ഒരുപാട് വിഷമിക്കുമല്ലോടാ സണ്ണിച്ച. യെസ് യെസ്. തൊമ്മീച്ചന്റെ മുറിയിൽ AC ഉണ്ടോ? ഇല്ല. കറിയാച്ചന് മോളി കുട്ടി കിടക്കണ മുറി AC ആണോ? അതെ. അല്ല, AC പോലെ തണുപ്പുള്ള നോൺ AC റൂം. എന്നാ ഞാൻ അവിടെ പോയിട്ട് മാനേജ് ചെയ്തോ. എന്നാ പിന്നെ ആന്റി അങ്ങോട്ട് പോയി മാനേജ് ചെയ്തല്ലേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്. താങ്ക് യു താങ്ക് യു. അച്ചായോ, ആന്റി ഇങ്ങനെ മാനേജ് ചെയ്യാൻ തുടങ്ങിയ ചേട്ടത്തി പുളി ഇതിനെ ഇനി ഒരുപാട് ലേറ്റ് ആവും. നല്ല ടൈം. ആന്റിയുടെ കയ്യിൽ നിന്ന് ഒന്ന് ഊരിയെടുക്കാൻ ഞാൻ പാട്. ആന്റി ഇന്ന് അവന്മാരൊക്കെ ഒന്ന് കൊല വിളിക്കും. മോളിക്കുട്ടി, ഒറിബിൽ ഹീറ്റ്. ഗോവയിലെ AC-യിൽ കിടന്ന് നാച്ചുറൽ ആയതുകൊണ്ട് കൂളിംഗ് ഇല്ലാത്ത റൂമിൽ കിടന്ന എനിക്ക് സ്ലീപ്പിംഗ് വരില്ല. ഞാനിവിടെ കിടന്നോ. അയ്യോ ആന്റി, ഇവിടെ ഭയങ്കര കൊതുക. ഓ, കൊതുകല്ലേ? കൊതുകിനെ ഞാൻ ഗുഡ് നൈറ്റ് കൊണ്ട് മാനേജ് ചെയ്തോളാം. പക്ഷെ ചൂട് എനിക്ക് അൺസൈക്കബിളാ. ഇളവയ്ക്ക് ഇനിയിപ്പൊ ഇടയെ കയറി കിടന്നാലേ ഉറക്കം വരത്തുള്ളൂ. നീ എന്താ തിങ്ക് ചെയ്യുന്നത്? ഒന്നുമില്ല, ഞാൻ വേറൊരു കാര്യം ആലോചിക്കാം. ആ പിള്ളേരെ അവിടെ തനിച്ചല്ലേ കിടക്കുന്നത്. നീ പോയി അവർക്ക് കൂട്ടുകിടക്കും. ഞാനും മോളിക്കുട്ടിയും കൂടി ഇവിടെ സ്ലീപ്പ് ചെയ്താണ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കിടന്നു മോളെ. അച്ഛൻ ഇറങ്ങണ്ട, ഇത് ഞാൻ അറ്റൻഡ് ചെയ്യാം. ജയോ, വണ്ടിയുടെ മോന്ത മാറി. അത് തന്നെ ഞാനും കേൾക്കുന്നത്. ഉനക്ക് കണ്ടിട്ടൂടെ? என்ன விளையாடுறியா? ஓவர் ஸ்பீட்ல வண்டி ஓட்டிட்டு வந்து ஏன் கால்ல மோதிட்டு என்னைய கிண்டல் பண்றியா? லெஃப்ட் சைடுல வர வேண்டிய நீ என்னத்தன ரைட் சைடுல வந்த? அது சொல்லு. நியாயம் கேக்குறதுக்கு நீ யாரு? வெஹிக்கிள் இன்ஸ்பெக்டரா? ரெடி பண்ண, என்னோட சில சூழ்ச்சி சம்சாரிக்கணும். ஓஹோ, மலையாளத்தானா? அதான் உனக்கு இவ்வளவு திமிரு. எனக்கு மரியாதை கத்து கொடுக்க நீ யாரு? அச்சாயோ, ஓ இவள் அந்த தனி சுபாவம் கண்டாச்சே போ. വിട്ടേക്കടാ സണ്ണിച്ച. நான் யார் பொண்ணுன்னு தெரிஞ்சா நீ இந்த மாதிரி பேச மாட்டேன். നീ ഏത് ദേവേന്ദ്രന്റെ മോളാ എനിക്കെന്നെ? അല്ല, അറിയാമേലാഞ്ഞിട്ട് ചോദിക്ക. മറ്റ് പെണ്ണുങ്ങൾക്കില്ലാത്ത എന്തെങ്കിലും അഡീഷണൽ ഐറ്റംസ് നിനക്കുണ്ടോ? என்னடா சொல்ல ராஸ்கல்? വലിക്കുതാ. നീ ഒരു പെണ്ണായി പോയതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഇല്ലെങ്കിൽ ഈ വിരൽ ഇങ്ങനെ കളിച്ചാ. நான் சும்மா விட மாட்டேன். உன்னை என்ன பண்ற பாரு. எங்க அப்பா முருகராஜ கவுண்டரை பத்தி உனக்கு தெரியாது. അച്ചായോ, മുരുകരാജ കൗണ്ടർ ഇവൾ അപ്പച്ചൻ. ഓഹോ, എന്നാലേ ആ നാറിയോട് ചെന്ന് പറഞ്ഞേക്ക് ഞാൻ നിന്റെ കൈ കയറി പിടിച്ചെന്നു. എടാ സണ്ണിച്ചു, മതിയടാ, വന്ന് വണ്ടി കയറ്. എന്നാ വിട്ടേക്കാം. വിട്ടോ. തറക്കണ്ടത്തിൽ ഒരു തറ. അപ്പച്ചനെ പറ്റിയാണോ? നേരിടാം.